ചിരഞ്ജീവിയുടെ മകൻ അഭിനയിച്ച ഒരു ധീര എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ആ പടത്തിൻ്റെ കഥയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. കൊച്ചിൻ ഹനീഫ കഥ കേട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൊരു കഥ നമ്മളെ ഏൽപ്പിച്ച് ഇത് മാറ്റി വെച്ച് ഓർക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. മമ്മൂക്കയായിട്ട് ഇത്തിരി കൂടുതൽ അടുപ്പുണ്ടായിരുന്നു. റൂമിലൊക്കെ ചെന്ന് കണ്ട് സംസാരിക്കുന്ന ഒരു അടുപ്പുണ്ടായിരുന്നു. അങ്ങനെ 30 വർഷം ഞാൻ മമ്മൂക്കയുടെ പിന്നാലെ നടന്നു. നമ്മളിത് കൊണ്ട് റെഡിയാക്കുന്ന കഥ ഒരു ത്രെഡ് വേറൊരു പടത്തിലും പിന്നെ തെലുങ്ക് പടത്തിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ കൊണ്ടുപോകുന്നു. അത് ഞാൻ ചോദിച്ചു, 4 പടം ഞാൻ വർക്ക് ചെയ്തല്ലോ കൂടെ. ഒരു പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഒരു അസോസിയേറ്റ് ഡയറക്ടർ വേറെ ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യാറാണ് പതിവ്. അത് ശരിയാവില്ല എന്ന് തമ്പി കണ്ണന്താനം പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു അതും ശരിയാവില്ല. ജോമോൻ എന്ത് ഈ പറയുന്നത്, സുരേഷ് ഗോപി ഒന്നും കണ്ടപ്പോൾ മുരളിയല്ലേ നല്ലത്. അഭിനയിക്കാൻ വളരെ താല്പര്യമുള്ള ഒരു പാർട്ടിയാണ്. ഇപ്പോഴും മന്ത്രിയായിട്ട് പോലും അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ നടക്കുന്നത്. വെൽക്കം ടു ഫോക്സ് ടെയിൽസ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഏകദേശം 48 വർഷത്തോളം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സീനിയർ ഡയറക്ടറായ CP ജോമോൻ സാറാണ്. അദ്ദേഹം 1991 സുരേഷ് ഗോപി വെച്ച് കടലോരക്കാറ്റ് എന്നൊരു സൂപ്പർ ഹിറ്റ് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നീട് 2004 ഉദയം എന്ന സിനിമയും അദ്ദേഹം സംവിധാനം ചെയ്തു. സുരേഷ് ഗോപിയെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്താൻ കാരണമായ ഒരു സിനിമയായിരുന്നു 91 കടലോരക്കാറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം അപ്രത്യക്ഷരായ സംവിധായകർ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇദ്ദേഹത്തെ പറ്റി പരാമർശിച്ചിരുന്നു. ഏതായാലും നമ്മൾ അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുകയാണ്. സാർ, വെൽക്കം ടു ഫോക്സ് ടെയിൽസ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഏകദേശം 48 വർഷത്തോളമായി സാറ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്കുള്ള എൻട്രി? സിനിമയിലേക്കുള്ള എൻട്രി എന്ന് പറയുമ്പോൾ ഞാൻ 1973 സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതാണ്. സമ്മാനം എന്ന് പടം 73 അഭിനയിക്കാൻ തുടങ്ങി. അതിനുശേഷം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേഷങ്ങളൊന്നും അധികം കിട്ടിയില്ല. അത് ചെറുതായ ഒരു വേഷങ്ങൾ കിട്ടിപ്പോന്നെങ്കിലും ഒരു നല്ലൊരു വേഷം കിട്ടി അഭിനയിച്ചാലും നിലനിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ 1976 എന്നെ ഒരു ഫേമസ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പം അന്ന് വേഷങ്ങളൊന്നും അധികം കിട്ടാത്തതിൻ്റെ കാരണങ്ങളൊക്കെ വേറെയാണ്. പക്ഷെ അപ്പം അത് നല്ലൊരു അവസരമായി കണ്ടപ്പോൾ N. ശങ്കരൻ നായർ സാറിൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ 1976 മുതൽ ഞാൻ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി. അപ്പം അതായത് 48-51 വർഷം ഞാൻ സിനിമയിലുണ്ടായിരുന്നു. 73 മുതലാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത്, അതും ചെന്നൈയിൽ. അങ്ങനെ ഈ 52ാമത്തെ വർഷമാണ് ഇപ്പോൾ സിനിമയിൽ സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും എന്നെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വിളിക്കുന്നുണ്ട്. ആ വർക്ക് ചെയ്യാൻ വിളിക്കുമ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് 91 കടലോരക്കാറ്റ് എന്ന പടം സംവിധാനം ചെയ്തു. സംവിധാനം ചെയ്യാനുള്ളൊരു കാരണം, തമ്പി കണ്ണന്താനം എന്ന ഒരു ഫേമസ് ഡയറക്ടറുണ്ട്. ആ ഡയറക്ടർ 4 പടം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. വഴിയോര കാഴ്ചകൾ, ഇന്ദ്രജാലം, ജന്മാന്തരം, പുതിയ കരുക്കൾ, ഇതെല്ലാം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പടം എടുക്കലൊന്ന് നിർത്തി. അദ്ദേഹത്തിന് ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ വേറൊരു കമ്പനിയെ വെച്ച് വേറൊരാളെ വെച്ച് പടം ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വന്നപ്പോൾ അത് ഞാൻ ചോദിച്ചു, 4 പടം ഞാൻ വർക്ക് ചെയ്തല്ലോ കൂടെ. ഒരു പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഒരു അസോസിയേറ്റ് ഡയറക്ടർ വേറെ ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യാറാണ് പതിവ്. പക്ഷേ എന്നെ നിങ്ങൾ വിടാതെ 4 പടം വർക്ക് ചെയ്യിച്ചിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി വേറൊരു പടം ചെയ്യാൻ പോകുന്നത് പൈസ കുറവിൽ ചെയ്യാൻ പോകുമ്പോൾ വേറൊരു ഡയറക്ടർ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ 4 പടം വർക്ക് ചെയ്തതിന് ഒരു വിലയില്ലാതായി പോയില്ലേ എന്ന് ഞാൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൺട്രോളർ മോഹൻദാസ് എന്ന് പറഞ്ഞൊരു വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു മോഹൻദാസ് ഉണ്ട്. അദ്ദേഹവും തമ്പി കണ്ണന്താനം കൂടി ആലോചിച്ചു, CP പറയുന്നത് ശരിയല്ലേ, നമ്മൾ ഇത്രയും 4 വർഷം പടം നമ്മൾ കൂടെ വർക്ക് ചെയ്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് കുറവിലാണ് എടുക്കാൻ പോകുന്നത്. അതിന് കാരണമുണ്ട്. ആ കാരണം ഇവിടെ പറയാൻ പറ്റൂല. തമ്പി കണ്ണന്താനും മോഹൻദാസും കൂടി തീരുമാനിച്ച കാര്യം. പക്ഷെ അത് ഞാൻ അറിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്, ആ ഒരു 4 പടം വർക്ക് ചെയ്താൽ എനിക്കൊരു പടം തന്നോടെ എന്ന് ചോദിച്ചത്. അത് അവർ ചിന്തിച്ചപ്പോൾ ശരിയാണല്ലോ, നമ്മളെന്തിനാണ് മറ്റുള്ളൊരു സ്ഥലത്ത് പോയി ചെയ്യുന്നത്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടല്ലോ, അയാൾക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതി ചിന്തിച്ചു. അങ്ങനെ ഞാൻ ദിവസവും തമ്പി കണ്ണന്താനത്തിൻ്റെ ഓഫീസിൽ പോയി വരുന്ന ഒരാളാണ്. ചെന്നൈയിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോഴും ഓഫീസിൽ എപ്പോഴും ചെന്ന് കണ്ട് സംസാരിച്ച് പോരുന്നു.
അപ്പോൾ ഒരു ദിവസം ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, "ദീപ്തി, നമുക്ക് പടം ചെയ്യാം, ജോമോൻ ഡയറക്റ്റ് ചെയ്തു" എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. അപ്പോൾ അങ്ങേരോട് നമ്മൾ കഥ എടുക്കണ്ടേ, എന്താണ് എങ്ങനെയാണെന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, "കാരണം നമ്മൾ പുതിയ കരുക്കൾ ചെയ്യുന്ന സമയത്ത് ഒരു കഥ റെഡിയാക്കി കൊച്ചിൻ അനീഫയുടെ അടുത്ത് പോയിരുന്നു, ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ ശരിയാണ്, നമ്മളൊരു കഥയും കൊണ്ടുപോയില്ല കൊച്ചിൻ അനീഫ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. കൊച്ചിൻ അനീഫ കഥ കേട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൊരു കഥ നമ്മളെ ഏൽപ്പിച്ച് ഇത് മാറ്റി വെച്ച് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ കഥ എടുത്തുകൂടെ എന്ന് ചോദിച്ചാൽ, അത് നല്ല കഥയാണെന്ന് പറഞ്ഞു. ശരിയാണെന്നും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുഴുവൻ തപ്പി ആ കഥ കിട്ടിയില്ല. അപ്പോൾ അതിനുശേഷം ഇനി എന്ത് ചെയ്യും എന്ന് കരുതി പാപ്പനംകോട് ചേട്ടൻ്റെ കയ്യിൽ, ലക്ഷ്മണൻ ചേട്ടൻ്റെ കയ്യിൽ കഥയുണ്ട്, ജോമോൻ ചെന്ന് കണ്ട് സംസാരിക്കുന്നു പറഞ്ഞു. ശരി, നോക്കി അഭിപ്രായം പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പോകുമ്പോൾ ഞാൻ വെറും CP ജോമോനായിട്ട് പോയാൽ ശരിയാവില്ലല്ലോ എന്നുള്ളത് കൊണ്ട് തമ്പിക്കണ്ണൻ നായനത്തിനോട് പറഞ്ഞു, വിളിച്ചു പറയാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് അവിടെ ചെല്ലുന്നതെന്ന്. ശരി, പോയിക്കോ. ഞാൻ അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, CP ജോമോൻ നമ്മുടെ അടുത്ത പടം സംവിധാനം ചെയ്യാൻ പോകുന്നു, അതുകൊണ്ട് ചേട്ടൻ്റെ കയ്യിലുള്ള കഥ കേൾപ്പിക്കാൻ പറഞ്ഞു. ശരി ജോമോൻ മറ്റേന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് കഥ കേട്ടപ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വരുത്തേണ്ടി വന്നു. ആ മാറ്റം വരുത്തിയതിന് ശേഷം അത് വേറൊരു സിനിമയായിട്ടൊരു ചെറിയൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം ഒഴിവാക്കാതെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പിറ്റേ ദിവസം ജോമോൻ വാ, നാളെ ഞാൻ വൺലൈനൊക്കെ റെഡിയാക്കി വെക്കാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ, അദ്ദേഹം കറക്റ്റായിട്ട് ചെയ്യുന്നു. എക്സ്പീരിയൻസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് ശശികുമാർ സാറിൻ്റെ കൂടെ വരെ അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ചെയ്ത ആ സ്ക്രിപ്റ്റ് എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ തമ്പിക്കണ്ണൻ നായനത്തിനോട് പറഞ്ഞു. അങ്ങനെ സുരേഷ് ഗോപി വെച്ച് പടം ഡയറക്റ്റ് ചെയ്തു. ഈ മറ്റൊരു സിനിമയായിട്ട് സാമ്യം വന്നു എന്ന് തോന്നുന്നത് പറഞ്ഞില്ലേ, അത് IVC സംവിധാനം ചെയ്ത മീൻ എന്ന സിനിമയായിട്ടുള്ള സാമ്യമായിരുന്നു? മീനല്ല, അത് ബാലു കിരീയത്തിൻ്റെ വിസ എന്ന പടത്തിൻ്റെയാണ് സാമ്യം. ഓ ശരി. അതിൽ ചെറിയൊരു ത്രെഡ് അതിലുണ്ടായിരുന്നു. ആ വിസ എന്ന് പറയുന്നൊരു ത്രെഡും ഇതിലും ഉണ്ടായിരുന്നു. രാജം പി ദേവ്, മനോജ് K ജയൻ, ചിത്ര അവരൊക്കെ അഭിനയിച്ച ആ പോർഷനിലുള്ള ഒരു പോർഷനായിരുന്നു അതിലെ ത്രെഡ്. ആ വിസയുടെ പോർഷനായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അതിനെ മാറ്റി മുഴുവൻ കളയാതെ കുറച്ചെടുത്തു. സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ ഇച്ചിരി ബുദ്ധിയും ബോധം ലക്ഷ്മണൻ ചേട്ടൻ തന്നെ സമ്മതിച്ചതാണ് നമ്മളോട്. ജോമോനെ നന്നായിട്ടുണ്ട്, മാറ്റം വരുത്തി നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് വിസയുടെ ഒരു ചെറിയൊരു കണക്ഷൻ വരുന്നുണ്ട്, അതിലുള്ള വേറൊരു ത്രെഡുണ്ട്, അത് നമുക്ക് മെയിനാക്കി എടുത്തിട്ട് ഇത് ചെയ്തുകൂടെ എന്ന് വെച്ചപ്പോൾ അങ്ങനെ സമ്മതിച്ചു. അങ്ങനെയാണ് കണക്ഷൻ വന്നത്. ഈ കടലോരക്കാറ്റ് അന്ന് ചെയ്യുമ്പോൾ സുരേഷ് ഗോപി അത്ര വലിയ സ്റ്റാർ വാല്യൂ ഉള്ള നടനല്ലല്ലോ. അല്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യാൻ കാരണം? കാസ്റ്റ് ചെയ്യാൻ കാരണം തമ്പിക്കണ്ണൻ നായനത്തിന് മുരളിയായിരുന്നു ഇഷ്ടം. അന്ന് മുരളി എന്ന് പറയുന്ന കരുത്തുറ്റ നടനായിരുന്നു ഈ സിനിമ ഫീൽഡിൽ. ആധാരം കിത്തു ഡയറക്റ്റ് ചെയ്ത ആ പടത്തിൻ്റെ ഹിറ്റായി കിടക്കുന്ന സമയത്താണ് മുരളി നല്ല നിലനിൽപ്പ്, നല്ല കരുത്തുള്ള ഒരു നടനായിട്ട് ഫീൽഡിൽ നിന്നിരുന്നു. അദ്ദേഹത്തെ വെച്ച് ചെയ്യുന്നു അദ്ദേഹം നിർബന്ധം പിടിച്ചു തമ്പിക്കണ്ണൻ നായനൻ. കാരണം പ്രൊഡ്യൂസറും കൂടി ഒരു അഭിപ്രായം ഇല്ലാതെ നമ്മൾ പടം ഡയറക്റ്റ് ചെയ്യുന്നു, ചെയ്യാൻ പാടില്ല. അങ്ങനെ മുരളിയെ ചെന്ന് കണ്ടു, സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് കഥ ഇഷ്ടമായി. ഞാൻ കഥ പറഞ്ഞു, കഥ ഇഷ്ടമായി, റെമ്യൂണറേഷൻ ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞു. ശരി തരാം എന്ന് പറഞ്ഞ് തമ്പിക്കണ്ണൻ നായനത്തിനോട് വന്ന് പറഞ്ഞു. ലോഡ്ജിൽ കണ്ട് സംസാരിച്ചു, അങ്ങനെ ഓക്കെ ആണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, മുരളി നമ്മുടെ കടലോരക്കാറ്റ് പേരിടുന്നതിന് വേറൊരു പേരുണ്ടായിരുന്നു ഇതിനു മുൻപ്, ആ പേര് മാറ്റിയിട്ടാണ് കടലോരക്കാറ്റ് എന്നിട്ടത്. അതിൽ മുരളി ആപ്റ്റല്ല, അതുകൊണ്ട് തമ്പി സാർ ഒരു കാര്യം ചെയ്യണം, സുരേഷ് ഗോപിയെ വേണമെന്ന് പറഞ്ഞു. ജോമോൻ എന്ത് ഈ പറയുന്നത്, സുരേഷ് ഗോപി ഒന്നും വേണ്ട, ഇപ്പോൾ മുരളിയല്ലേ നല്ലത്. കാരണം ഇപ്പോൾ അയാൾക്കല്ലേ പേര് നിൽക്കുന്നത്. കാരണം അതിനേക്കാളും മുൻപ് വഴിയോര കാഴ്ചകളിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, വേറൊരു പടത്തിലും സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, തമ്പിക്കണ്ണൻ നായനത്തിൻ്റെ രാജാവിൻ്റെ മകലിൽ തുടക്കം ഉണ്ട്, ഇതിലെല്ലാം ഉണ്ട്. അവരൊക്കെ നല്ല വേണ്ടപ്പെട്ട പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ എനിക്ക് ആ ക്യാരക്ടറിന് സുരേഷ് ഗോപി വേണം എന്നുള്ളൊരു നിർബന്ധം വന്നു. അത് ശരിയാവില്ല എന്ന് തമ്പിക്കണ്ണൻ നായനൻ പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു അതും ശരിയാവില്ല, മുരളി വേണ്ട, തമ്പിക്കണ്ണൻ നായനൻ മതി. പക്ഷേ എൻ്റെ ആദ്യത്തെ പടമാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്, അസോസിയേറ്റ് ഡയറക്ടറായിട്ടല്ല, ആദ്യത്തെ പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ എൻ്റെ നിർബന്ധം ഞാൻ ബലമായിട്ട് തമ്പിക്കണ്ണൻ നായനത്തിൻ്റെ അടുത്ത് പറഞ്ഞു, സുരേഷ് ഗോപി മതി. കാരണം ആ ക്യാരക്ടർ ആപ്റ്റ് മുരളിയല്ല, ഇതാണ് എൻ്റെ വ്യൂ പോയിന്റ്. ജോമോന് അത് അത്ര നിർബന്ധമാണോ? സുരേഷ് ഗോപി തന്നെ മതി എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വേണ്ടാന്ന് പറയാനായിട്ട് 2 പടം കൂടുതലും മുൻപ് അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ. പിന്നെ വേറെ എന്തൊക്കെയോ കഴിഞ്ഞ് വിട്ടു നിൽക്കുകയായിരുന്നു, നേരായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ നിർബന്ധപ്രകാരം സുരേഷ് ഗോപിയെ വിളിച്ചു. സുരേഷ് വിളിച്ച് 4 പടം അദ്ദേഹം ഇതിനു മുൻപ് ഹീറോ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്.
പക്ഷെ ആ 4 പടവും ഡൗൺ ആണ്. ഒരു സ്റ്റാർ എന്നുള്ളതല്ല, ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് എത്തിയിട്ടില്ല. പക്ഷെ സ്റ്റാർ ആയത് കടലോരക്കാറ്റിലല്ല. കടലോരക്കാറ്റ് എന്ന പടത്തിൽ സുരേഷ് ഗോപി ഫീൽഡിൽ സ്റ്റാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. സൂപ്പർ സ്റ്റാർ ആയത് കമ്മീഷണർ ഏകലവ്യൻ, അതിന് ശേഷം വന്ന ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്ത കമ്മീഷണറും ഏകലവ്യനിലാണ് സൂപ്പർ സ്റ്റാർ ആയത്. അതിനേക്കാൾ മുമ്പ് ഫീൽഡിൽ സ്റ്റാൻഡ് ചെയ്തു എന്നുള്ളത് കടലോരക്കാറ്റാണ്. അത് അയാളുടെ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു, കടലോരക്കാറ്റാണ് എന്നെ സ്റ്റാൻഡ് ചെയ്തത്. അന്ന് നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നൊരു പടമാണ്. ഈ കടലോരക്കാറ്റ് 1991 റിലീസായ സമയത്ത് അത് എത്രത്തോളം വലിയ ഹിറ്റായിരുന്നു? എത്രത്തോളം സാമ്പത്തികം എത്രത്തോളം കളക്ട് ചെയ്ത പടം? സാമ്പത്തികമായിട്ട് നല്ല വരുമാനം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമ്മുടെ ജൂബിലി റിലീസ് ഉണ്ട്, ജൂബിലി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അതിൽ ജിമ്മി എന്ന് പറയുന്ന ജൂബിലി ജോയ് തോമസ് സാറിൻ്റെ അനിയൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോമോന് പടം നല്ല കളക്ഷനാണല്ലോ എന്ന് പറഞ്ഞു. കളക്ഷനാണ് ഒക്കെ എനിക്കറിയാം, പടം ഓടിയതാണ്, കളക്ഷനുണ്ട്. പക്ഷെ അല്ല ജോമോന്, അന്ന് 80 ലക്ഷം രൂപ കിട്ടിയിരുന്നു. അന്ന് 80 ലക്ഷം രൂപ അതിന് ലാഭമുണ്ട്. കാരണം ഇവർ ഡിസ്ട്രിബ്യൂട്ടറാണ്, ഇവർക്കറിയാം ഒരു പടത്തിൻ്റെ വരുമാനം എത്രയാണ്, മറ്റൊരു പടത്തിൻ്റെ വരുമാനം എത്രയാണെന്നുള്ളത് എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അറിയാമല്ലോ. കാരണം ഡെയിലി റിപ്പോർട്ട് ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അന്ന് പറഞ്ഞ് 80 ലക്ഷം രൂപ കണക്ഷൻ ഉണ്ട്, ലാഭമുണ്ട്. അന്നത്തെ ചിലവ് തന്നെ വളരെ ചുരുക്കമല്ലേ, ആർട്ടിസ്റ്റുകൾക്കൊന്നും വലിയ റെമ്യൂണറേഷൻ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞ് 80 ലക്ഷം രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണ്. പക്ഷെ അന്നൊന്നും ഇതിനെപ്പറ്റി കൂടുതലൊന്നും നമുക്ക് ചിന്തയില്ലല്ലോ. ഇപ്പോൾ വരുമാനം എത്രയുണ്ട്, ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന്. ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും പൈസ അന്നേരം ഓടി അത്രയും കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പിന്നാലെ ഓടിച്ചെന്ന് അവർ ചെന്ന് ഇവർ ചെന്ന് ഓരോ പ്രശ്നങ്ങളൊക്കെ ആവില്ല. അപ്പോൾ അതുകൊണ്ട് ആരും പുറത്ത് പറയാറില്ല. അന്ന് ഇത് അറിഞ്ഞ സംഭവമാണ് 80 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണ്. ഈ 91 ഈ പടം ഇത്ര വലിയ ഹിറ്റായതിനു ശേഷം പിന്നീട് SG പറഞ്ഞ വലിയ സൂപ്പർ സ്റ്റാർ ഒക്കെ ആയി പോയല്ലോ. പിന്നീട് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിനെ വെച്ച് മറ്റൊരു സിനിമ ചെയ്യാതിരുന്നത്? മറ്റൊരു സിനിമ ചെയ്യാതിരുന്നതിൻ്റെ കാരണം സുരേഷ് ഗോപി എനിക്ക് ഡേറ്റ് തരാതെയോ അല്ലെങ്കിൽ വേറെ മാനസിക ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടല്ല. സുരേഷ് ഗോപി എനിക്ക് ഡേറ്റ് തന്നൊരു കഥ കൊണ്ടുകൊടുത്ത്, നല്ലൊരു ഇൻസ്പെക്ടറുടെ കഥ കൊണ്ടുകൊടുത്ത് സുരേഷ് ഗോപിക്ക് ഇഷ്ടമായി. വായിച്ചു നോക്കിയതിന് ശേഷം ജോമനെ ഞാൻ ഡേറ്റ് തരാം, എത്ര ദിവസം വേണമെന്ന് ചോദിച്ചു. 25 ദിവസം വേണമെന്ന് പറഞ്ഞു. ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. ഡേറ്റ് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യണ്ടേ. അത് ചെയ്ത അതൊരു പ്രൊഡ്യൂസറോട് പറഞ്ഞു, സുരേഷ് ഗോപിയുടെ ഡേറ്റ് ഉണ്ട്, അഡ്വാൻസ് കൊടുക്കുകയെന്ന് പറഞ്ഞു. ആ അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്ന് പൈസ ദുബായിൽ നിന്ന് വരണ ഒരാളെ അയക്കണം ജോമോനെ, അതുകൊണ്ട് ആ പൈസ വന്നതിന് ശേഷം അഡ്വാൻസ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ ശരി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ വെയിറ്റിംഗ് കുറച്ച് ദിവസങ്ങൾ കാത്തിക്കേണ്ടി വന്നു. ഈ കാത്തിക്കുന്നതിനിടയിൽ എന്നെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വേറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പടം കഴിഞ്ഞ് സ്വന്തമായിട്ട് പടം ചെയ്ത് കഴിഞ്ഞാൽ ജോമോൻ ഡയറക്റ്റ് അസോസിയേറ്റ് ആയിട്ട് വരൂ എന്നുള്ളൊരു ചോദ്യം വന്ന്. അങ്ങനെ തമ്പി കണ്ണനാനൻ തന്നെ ചോദിച്ചു, ഇനി എൻ്റെ കൂടെ ഇനി ജോമോൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്ന്. പിന്നെന്താ, ഞാൻ വർക്ക് ചെയ്യാമല്ലോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്യാം. അപ്പോൾ വേറെ ആൾക്കാർ ഇതുപോലെ തന്നെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് വിളിച്ചിരുന്നു. ബാലഗിരിയത്ത് വിളിച്ചിരുന്നു, പിന്നെ പലരും വിളിച്ചിരുന്നു. ഒക്കെ നല്ല നല്ല ഡയറക്ടേഴ്സ് തന്നെയാണ് വിളിച്ചത്. അപ്പോൾ അതിന് പോകേണ്ട, അതുകൊണ്ട് ഞാനിത് കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ല. ആ അഡ്വാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു നിന്ന് പ്രൊഡ്യൂസർ അത് കൊടുക്കാതെ വന്നപ്പോൾ സുരേഷ് ഗോപിയുടെ ഡേറ്റ് പോയി. എന്ന് വേണമെന്ന് പറഞ്ഞില്ല, അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഇന്ന ദിവസം വേണം എന്ന് പറയേണ്ടതാണ്. ഇതിന് ശേഷവും സുരേഷ് ഗോപിയെ ജയരാജിൻ്റെ പടം ഡബ്ബിങ് സമയത്ത് സുരേഷ് ഗോപി ചെന്ന് കണ്ടു, സംസാരിച്ചു. 5 ദിവസം ഒരു ഷെഡ്യൂൾ മാത്രം തുടങ്ങാനായിട്ട് 5 ദിവസം സുരേഷ് ഗോപിയുടെയും ജഗദീഷ് റൂമിക്കാരൻ്റെയും ഡേറ്റ് ഞാൻ ചോദിച്ചു, തരാമെന്ന് പറഞ്ഞു. അപ്പോഴും സുരേഷ് ഗോപി ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുപോലെ തന്നെ ഞാൻ ബിസി ആയിരുന്നു, അസോസിയേറ്റ് ഡയറക്ടർ ഞാൻ ബിസി ആയിരുന്നു, പ്രൊഡ്യൂസർ അന്നും അഡ്വാൻസ് കൊടുക്കാൻ വിട്ടുപോയി. ഇത് ഞാൻ ഈ 2 പ്രാവശ്യവും അഡ്വാൻസ് കൊടുക്കാൻ വിട്ടുപോയി. വിട്ടുപോയി കാരണം ഞാൻ അതിനോട് കൂടുതൽ ടച്ച് ചെയ്യാതെ അസോസിയേറ്റ് ഡയറക്ഷനിലേക്ക് വിളിക്കുന്നവരുടെ അടുത്തൊരു പടം കഴിഞ്ഞാൽ വേറൊരു പടം കഴിഞ്ഞാൽ അന്ന് മദ്രാസിലായിരുന്നല്ലോ താമസം. അപ്പോൾ ഉടനെ വിളിക്കും, ഞാൻ കേരളത്തിലേക്ക് പോകും, പിന്നെയും മദ്രാസിൽ പോയി താമസിക്കും. അപ്പോഴേക്കും വേറെ ആൾ വിളിക്കും, ഞാൻ തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെയാണ് വീണ്ടും സുരേഷ് ഗോപി വെച്ച് ഡയറക്റ്റ് ചെയ്യാൻ. പിന്നെ സുരേഷ് ഗോപിയായിട്ടുള്ള ഒരു പടം ചെയ്യുക എന്നുള്ളത് അങ്ങ് വിട്ടു. പിന്നെ കൂടുതൽ അസോസിയേറ്റ് ആയിട്ടുള്ള ശ്രദ്ധ തിരിച്ചു. ഈ സുരേഷ് ഗോപി എങ്ങനെയായിരുന്നു അന്ന് സെറ്റിലൊക്കെ അന്ന് വന്നിട്ടുള്ളത്? എങ്ങനെയാണ് ആക്ടർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി? ഒരു പ്രശ്നമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഷോട്ടിന് വരും. കാരണം അസിസ്റ്റൻസ് അന്ന് നമ്മുടെ മരിച്ചുപോയ ബിനു എന്ന് പറയുന്ന
അസോസിയേറ്റ് ഡയറക്ടർ അവരൊക്കെ ചെന്ന് അസിസ്റ്റൻ്റൊക്കെ ചെന്ന് വിളിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. കാരണം അഭിനയിക്കാൻ വളരെ താല്പര്യമുള്ള ഒരു പാർട്ടിയാണ്. ഇപ്പോഴും മന്ത്രിയായിട്ട് പോലും അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ല നടക്കുന്നത്. അന്നും അത് തന്നെയായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. കറക്റ്റായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. ഈ സുരേഷ് ഗോപി കൂടാതെ മനോജ് കെ ജയനൊക്കെ ഉണ്ടായിരുന്ന സിനിമയിലോ വലിയ താരനിര ഉണ്ടായിരുന്നു. ഒരു ഐ.വി. ശശി പടത്തിലെ പോലെ ഒരു വലിയ സ്റ്റാർസ് ഉണ്ടായിരുന്നു. മനോജ് കെ ജയൻ പിന്നീട് നായകനായ ഒരുപാട് സിനിമകൾ ചെയ്തു, ഇഷ്ടംപോലെ. എന്തുകൊണ്ട് മനോജ് കെ ജയൻ അതല്ലെങ്കിൽ മറ്റുള്ള താരങ്ങളെ വെച്ച് വേറൊരു സിനിമ എന്തുകൊണ്ട് ചെയ്തില്ല? പക്ഷേ മറ്റുള്ള താരങ്ങളെ വെച്ച് ചെയ്യാൻ ഒരു ഹീറോ ആയി വന്നത് മനോജ് കെ ജയൻ മാത്രമേ ഉള്ളൂ. അതിൽ മനോജ് കെ ജയൻ, ബൈജു, വിജയരാഘവൻ, സായികുമാർ, ജോസ് പ്രാശ്, സുകുമാരി, KPS ലളിത, ചിത്ര, മാധു, അവരൊക്കെയുള്ള ഒരു ഇതിൽ ഹീറോ ആയി വരാനും പറ്റിയത് മനോജ് കെ ജയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനോജ് കെ ജയൻ ഹീറോ ആയി വന്നപ്പോഴെല്ലാം വേറെ ഭരതൻ വേറെയുള്ള ആൾക്കാരുടെ കൂടെയാണ് ഹീറോ ആയി വന്നത്. ഈ സമയത്തെല്ലാം ഞാൻ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇവരെ ഹീറോ ആക്കി വെച്ച് ചെയ്യാമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലില്ല. അതുകൊണ്ടാണ് മറ്റുള്ള ഒരാളുണ്ടല്ലോ അതിലുള്ള പിന്നെ ഹീറോ ആയിട്ട് വരേണ്ടത് ഒന്നും സായികുമാറും വിജയരാഘവനുമാണ്. അവരിപ്പോഴും ഹീറോ എന്നുള്ളൊരിതിലല്ലല്ലോ നടക്കുന്നത്. സഹനടന്മാരും ഒരു സ്വഭാവ നടന്മാരും എന്നുള്ള നിലയ്ക്കാണല്ലോ ഇപ്പോഴും അവർ നടന്നു. അതല്ല, ഇൻഡസ്ട്രി തന്നെയുള്ള സാർ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള 36 ഇയേഴ്സ്. അതെ. അപ്പോൾ ഈ പറഞ്ഞ 40 ഇയേഴ്സ് അല്ല, അപ്പോൾ ഇൻഡസ്ട്രിയിലെ മറ്റു നടന്മാരുണ്ടല്ലോ, മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള നടന്മാരുണ്ട്. ചെന്നൈയിലോ ചെങ്ങ് പരിചയമുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ പരിഗണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? പരിഗണിക്കാതിരുന്നതല്ല, മോഹൻലാലിൻ്റെ അടുത്ത് അതിനേക്കാൾ മുൻപ് ഡേറ്റ് ചോദിക്കാൻ തുടങ്ങിയത് മമ്മൂട്ടിയുടെ അടുത്താണ്. മമ്മൂട്ടി പണ്ട് വുഡ്ലാൻഡ്സിൽ താമസിക്കുമ്പോൾ ഒറ്റയ്ക്ക് മദ്രാസിൽ താമസിക്കുന്ന സമയം, അദ്ദേഹം എറണാകുളത്താണെന്നുണ്ടെങ്കിലും മദ്രാസിൽ റൂം വുഡ്ലാൻഡ്സിലുണ്ട്. ഞങ്ങൾ മദ്രാസിലുള്ള സമയത്ത് ഞാൻ ഇദ്ദേഹത്തെ പ്രൈവറ്റായിട്ട് നമുക്കൊരു ലേശം അടുപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വർക്ക് ചെയ്തിരുന്ന ഒരു ടെക്നീഷ്യൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ മമ്മൂക്കയായിട്ട് ഇത്തിരി കൂടുതൽ അടുപ്പുണ്ടായിരുന്നു. റൂമിലൊക്കെ ചെന്ന് കണ്ട് സംസാരിക്കുന്ന ഒരു അടുപ്പുണ്ടായിരുന്നു പണ്ട്. ആ സമയത്ത് വുഡ്ലാൻഡ്സിൽ എന്നിട്ട് ഞാൻ കഥ കൊടുത്ത് ഡേറ്റിന് വേണ്ടി ചോദിക്കാൻ തുടങ്ങി. അതന്ന് അദ്ദേഹത്തിന് കഥ ഇഷ്ടമായില്ലേ, മാറി വേറെ കഥ കൊണ്ടു കൊടുത്തു. അധികം ഇഷ്ടമായില്ലേ, മാറി പിന്നെ വേറെ കഥ കൊണ്ടുപോയി ജോമൻ എന്നൊക്കെ പറഞ്ഞ് അവസാനം വിനയൻ്റെ പടം രാക്ഷസ രാജാവ് ഷൂട്ടിംഗ് നടക്കുന്ന സമയം വരെ ഞാൻ ഓരോ കഥകളും മാറി പിന്നീട് അങ്ങേർക്ക് വേറൊരു തിരക്ക് പിടിച്ചൊരു സമയം വന്നു. 2 വർഷം കഴിഞ്ഞിട്ടാണ് ഡേറ്റ് ഉള്ളൂ. ആ 2 വർഷം കഴിയട്ടെ എന്ന് ഞാൻ ചെല്ലുമ്പോൾ 2 വർഷം കഴിയട്ടെ ചോമനെ സ്ക്രിപ്റ്റ് പോലും നോക്കില്ല. അങ്ങനെ കൊണ്ടുപോകുന്ന സ്ക്രിപ്റ്റിൽ സൂപ്പർ സ്ക്രിപ്റ്റ് കൊണ്ടുപോയത് ചിരഞ്ജീവിയുടെ മകൻ അഭിനയിച്ച ഒരു ധീര എന്ന് പറഞ്ഞൊരു പടമുണ്ട്, മകധീര. ആ പടത്തിൻ്റെ കഥയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ആ പടത്തിൻ്റെ കഥയല്ല, അതിനുശേഷം മമ്മൂക്കേനെ കൊണ്ടുചെന്ന് കഥ കാണിച്ചു കൊടുക്കാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം പറയാം, എന്തുണ്ട് ചോമാൻ്റെ വിശേഷം, അല്ലാതെ കട സാറിൻ്റെ ഡേറ്റിന് വേണ്ടി വന്നതാണ്, കഥ കൊണ്ടുവന്നുണ്ട്, 2 വർഷം കഴിയട്ടെ ചോമനെ നമുക്ക് നോക്കാം. ആ 2 വർഷം കാത്തിരിക്കുമ്പോഴും കൊണ്ടു ചെല്ലുന്ന സ്ക്രിപ്റ്റ് വേറെ ഏതെങ്കിലും ഒരു പടമായി വരും. ആ സ്ക്രിപ്റ്റ് എടുക്കുന്നത് എവിടെ നിന്നാണെന്നെങ്കിൽ ഇതുപോലെ ഇംഗ്ലീഷിൽ നിന്നും മറ്റുള്ളവർ തരുന്നതും ത്രെഡൊക്കെ കറക്റ്റ് ചെയ്തൊക്കെ അതിന് ശേഷമാണ് കൊണ്ടുപോകുന്നത്. അത് ധീര പടമായിട്ട് വന്നു, തെലുങ്കിൽ വന്നു. പിന്നെ എങ്ങനെയാണ് ഞാൻ മമ്മൂക്കയുടെ അടുത്തേക്ക് കഥയും കൊണ്ടുവരില്ല. അപ്പോൾ അത് എനിക്ക് പറ്റിയ കഥയാണോ എന്നുള്ളതല്ല, അദ്ദേഹത്തിന് പറ്റിയൊരു കഥ ഒരു മാറ്റം വരുത്തിയിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷെ അതിൻ്റെ ത്രെഡ് ആ ധീരയിലുണ്ടായിരുന്നു. അതിനുശേഷം കാലങ്ങൾക്ക് ശേഷമാണ് ഈ ധീര വന്നത്. പിന്നെ മമ്മൂക്കയുടെ അടുത്ത് എല്ലാം പറ്റും. അതിനുശേഷം അവസാനം വേറൊരു സ്ക്രിപ്റ്റും കൊണ്ട് ഒരു മീനാക്ഷിപുരം എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ഇട്ടിട്ടൊരു കഥയുണ്ടായിരുന്നു. അതിൽ മമ്മൂക്ക ഡബിളായിരുന്നു. ആ കഥയും നല്ല സാധനമാണെന്നുള്ള നമുക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ എപ്പോഴും. അപ്പോൾ കാരണം വേറൊരാളുടെ സ്ക്രിപ്റ്റാണ് ഞാൻ വായിച്ച് നോക്കി ഓക്കെ ചെയ്ത് റെഡിയാക്കി മമ്മൂക്കയുടെ അടുത്ത് തരുന്നത്. അവിടെ ചെന്നപ്പോഴും വിനയൻ്റെ രാക്ഷസ രാജാവ് ഷൂട്ടിംഗ് നടക്കുന്ന സമയം സെറ്റിൽ കയറി ചെല്ലാൻ പറ്റില്ല. കാരണം വിനയനും പരിചയമാണ്, എല്ലാവരും പരിചയമാണ്. മമ്മൂക്കയുടെ അടുത്ത് ചെന്ന് സെറ്റിൽ ചെന്ന് സംസാരിച്ചു, കാണാൻ ചുമ്മാൻ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. കാരണം വേറെ മാനസിക ഒരു പ്രശ്നമല്ല. അപ്പോഴും തിരക്കാണ്, മമ്മൂക്ക തിരക്കാണ്. 2 വർഷം കഴിയട്ടെ ശരി എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്കും ഒരു സ്ക്രിപ്റ്റും കൊണ്ട് ബ്രോ സിദ്ദിഖ് ലാലിൻ്റെ ലാല് ഡയറക്റ്റ് ചെയ്തൊരു പടം ഉണ്ടല്ലോ, കോബ്ര. ആ പടത്തിൻ്റെ സെറ്റിൽ ചെന്നപ്പോഴും അങ്ങനെ പറഞ്ഞു 2 വർഷം കഴിയട്ടെ എന്ന്. അങ്ങനെ 30 വർഷം ഞാൻ മമ്മൂക്കയുടെ പിന്നാലെ നടന്നു. അവസാനം പോയത് വിനയൻ്റെ രാക്ഷസ രാജാവ്. ആ സമയത്താണ് സെറ്റ് ചെയ്യുന്നത് കണ്ട് സംസാരിച്ച് പോകുന്നത്. അതിനുശേഷം മമ്മൂക്കയുടെ അടുത്ത് പോയിട്ടില്ല. കാരണം പിന്നെ കിട്ടില്ല എന്ന് മനസ്സിലായി.
പിന്നെ ഈ കഥയൊന്ന് പുതിയത് ഉണ്ടാക്കണ്ടേ. ഇത് നമ്മൾ കൊണ്ട് റെഡിയാക്കുന്ന കഥ ഒരു ത്രെഡ് വേറൊരു പടത്തിലും പിന്നെ തെലുങ്ക് പടത്തിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ കൊണ്ടുപോകുന്നു. അങ്ങനെ വന്നതാണ് ധീര എന്ന പടത്തിൽ ത്രെഡ് ഉണ്ടായിരുന്നു. അത് ലേറ്റസ്റ്റ് ആയിട്ട് മമ്മൂക്കയുടെ അടുത്തൊക്കെ പോയി വന്നതിന് ശേഷം എടുത്തു വെച്ച് നോക്കിയപ്പോഴാണ് ആ പടം. കാരണം ടി വിയിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ത്രെഡാണെന്ന് കാണുമ്പോൾ ഇത് വേണ്ടാന്ന് വെക്കും. അങ്ങനെയാണ് അവിടെ വെച്ചത് മമ്മൂക്ക വേണ്ടാന്ന്. പക്ഷേ ലാലിൻ്റെ അടുത്ത് 2 പ്രാവശ്യം പോയി വന്നു. ഒരു പ്രാവശ്യം ചെന്ന് എന്തിനാണ് ഡേറ്റിന് വേണ്ടി വന്നതാണ്.